ഈ വർഷം നടക്കാൻ 2020 സിനിമ ചെയ്യുന്ന ദ ഓസ്കാർ അക്കാഡമി അവാർഡ് കുറച്ചു ദിവസം മുമ്പ് നോമിനേഷൻ ലിസ്റ്റുകൾ പുറത്തുവിട്ടായിരുന്നു. ഓസ്കാർ ഹിസ്റ്ററിയിലെ ഏറ്റവും വലിയ റെക്കോർഡ് കരസ്ഥമാക്കിയ വ്യത്യസ്ത റെക്കോർഡ് കൂടി ഈ വട്ടം ഓസ്കാറിനുണ്ട്. സിന്നേഴ്സ് എന്ന പടം എല്ലാവർക്കും അറിയുമായിരിക്കുമല്ലോ. 16 നോമിനേഷൻസ് ആണ് ഓസ്കാറിൽ ഈ പടത്തിന് മാത്രം പോയത്. ഇത് ലോക റെക്കോർഡായി കണക്കാക്കപ്പെടുന്നു. ഈ ഒരു വീഡിയോയിൽ ഓസ്കാർ നോമിനേഷനിൽ പോയ മൂവീസ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് കണ്ടുവരാം. ട്രെയിൻ ഡ്രീംസ് 2025 ക്ലൈൻ ബെഞ്ചിലൂടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ 2025 വൺ ഓഫ് ദി ബെസ്റ്റ് ഡ്രാമ മൂവി എന്ന് പറയുന്ന ചിത്രം. 1920കളിലെ അമേരിക്കയിലെ മരപ്പണി തൊഴിലാളി റോബർട്ട് ഗൈനറിന്റെ ജീവിതയാത്ര, തന്റെ പ്രവാസ ജീവിതം, സമകാലീന സമൂഹം, വനം, ആത്മീയത എല്ലാം ചേർന്ന ഒരു മനോഹരമായ കാലഘട്ടമായ ഒരു ഡ്രാമയാണ് ഇത്. സെന്റിമെന്റൽ വാല്യൂ. ഡയറക്ടർ ജോച്ചിം ട്രയർ. ഒരു ഫാമിലി ഇമോഷണൽ ഡ്രാമയാണ്. ഒരുപാട് ടൈപ്പ് ഇമോഷൻസ് കൺവേ ചെയ്തു പോകുന്ന ഒരു മികച്ച ചിത്രം. ദ സീക്രട്ട് ഏജന്റ്. ഡയറക്ടർ ക്ലെബർ മെൻഡോൻസ ഫിൽഗോ. ഒരു സ്പൈ ത്രില്ലർ കാറ്റഗറിയിൽ വരുന്ന ഒരു ബ്രസീൽ ചിത്രമാണ്. അന്താരാഷ്ട്ര രഹസ്യ ഏജൻസിയുടെ ഗതികേടുകളും പ്രശ്നങ്ങളും ചതികളൊക്കെ എടുത്തു കാണിക്കുന്ന ഒരു പടമാണ് ദ സീക്രട്ട് ഏജന്റ്. F1 കഴിഞ്ഞ വർഷം ഏറ്റവും പോപ്പുലർ ചിത്രമാണ് F1 ദ മൂവി. ജോസഫ് കൊസിൻസ്കിയാണ് ഡയറക്ടർ. ഓസ്കാറിൽ ടോട്ടൽ 4 നോമിനേഷൻ ലിസ്റ്റിലാണ് F1 സെലക്ട് ചെയ്തിരിക്കുന്നത്. നോമിനേഷൻ പോയതിലൊക്കെ ടഫ് കൊടുക്കാൻ സാധ്യതയുണ്ട്. ബുഗോണിയ. ഡയറക്ടർ ഓർഗോസ് ലത്തിമോസ്. ഒരു ഡാർക്ക് കോമഡി സൈഫൈ ആയിട്ട് വരുന്ന പടമാണ്. വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. ഡയറക്ടർ പാൾ തോമസ് ആൻഡർസൺ. ടീക്രാപ്പ് ചിത്രം പൊളിറ്റിക്കൽ ആക്ഷൻ ഡ്രാമയായിട്ട് വരുന്ന ഈ പടം ഓസ്കാറിൽ ടോട്ടലി 13 നോമിനേഷൻ ആണ് നേടിയിരിക്കുന്നത്. ഓസ്കാറിലെ അവാർഡ് കൊടുക്കുന്നതിൽ ഒരു ടഫ് തന്നെയായിരിക്കും വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. മാർട്ടി സുപ്രീം. ഡയറക്ടർ ജോ സാവ്ഡി. സ്പോർട്ട് ബയോഗ്രാഫിക്കൽ ഡ്രാമയാണ് ഈ ഒരു പടം. ഫ്രാങ്കസ്റ്റീൻ. ഡയറക്ടർ ഗുല്ലിർമോ ഡി ടോറോ. ഗോത്തിക് ഹൊറർ ഡ്രാമയാണ് ഫ്രാങ്കസ്റ്റീൻ. ആംനെറ്റ്. ഡയറക്ടർ ചൊൾസോ സാഗോ. ഹിസ്റ്ററിക്കൽ ഡ്രാമയാണ്. പിന്നെ ഉള്ളത് സിന്നേഴ്സ്. ഇങ്ങനെ 10 പടങ്ങളാണ് ഓസ്കാറിൽ ബെസ്റ്റ് പിക്ചേഴ്സിന് നോമിനേഷൻ പോയിരിക്കുന്നത്. സിന്നേഴ്സ് ആണെങ്കിൽ ടോട്ടൽ 16 നോമിനേഷൻ പോയി വേൾഡ് റെക്കോർഡ് ഇട്ടു. ഈ ഒരു 10 പടങ്ങളിൽ ഏതിനാണ് ബെസ്റ്റ് പിക്ചർ ഓസ്കാർ അവാർഡ് ലഭിക്കുക എന്ന് തോന്നുന്നതെന്ന് കമന്റിൽ പറയാം. എന്തായാലും ഒരു ടഫ് സിറ്റുവേഷൻ ആണ്. 10 സിനിമകൾ ഒരു ഓസ്കാർ. സിനിമ അപ്ഡേറ്റുകളായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.